ആകാശവാണി ദേവികുളം സ്പൈസ് FM. കിസാൻ വാണി. എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം. MBA പഠനത്തോടൊപ്പം തന്നെ കാർഷിക പ്രവർത്തനങ്ങളിലും സജീവമായി ശ്രദ്ധിക്കുന്ന വണ്ണപ്പുറം മുള്ളരിങ്ങാട്ടെ യുവ കർഷകനായ ശ്രീ ക്ലിൻഡൻ ഫ്രാൻസിസ് ചിറ്റിലപ്പള്ളിൽ തന്റെ കാർഷിക പ്രവർത്തനങ്ങളെപ്പറ്റി സംസാരിക്കുകയാണ് ഇന്ന് കിസാൻ വാണിയിൽ. കിസാൻ വാണി ടീം ഇന്നെത്തിയിരിക്കുന്നത് വണ്ണപ്പുറത്തിനടുത്തുള്ള മുള്ളരിങ്ങാട് എന്ന കാർഷിക ഗ്രാമത്തിലാണ്. MBA പഠനത്തിനൊപ്പം സമ്മിശ്ര കൃഷിയും വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന യുവ കർഷകനായ ക്ലിൻഡൻ ടി ഫ്രാൻസിസ് തൻ്റെ കാർഷിക അനുഭവങ്ങൾ കിസാൻ വാണി ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നു. ക്ലിൻഡൻ, നമസ്കാരം. ക്ലിൻഡൻ, എന്തൊക്കെയാണ് കാർഷിക പ്രവർത്തനങ്ങൾ? നമ്മളിപ്പോൾ നിലവിൽ മിക്സ്ഡ് ഫാമിംഗ് ആയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു സൈഡിൽ മൃഗപരിപാലനവും മറ്റു സൈഡിൽ പച്ചക്കറി അങ്ങനെയുള്ള സാധനങ്ങൾ മിക്സ്ഡ് ആയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പാരമ്പര്യമായിട്ട് കർഷക കുടുംബത്തിലാണോ? പാരമ്പര്യമായിട്ട് കർഷക കുടുംബമാണ്. കാർഷികമായിട്ട് നമ്മൾ ബേസിക്കലി ചാലക്കുടിയിൽ നിന്ന് വന്നതാണ്. അപ്പോൾ അവിടെ ജാതി കാര്യങ്ങളാണ് കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ റബ്ബർ ഏരിയകളൊക്കെ പരീക്ഷിക്കാൻ രീതിയാണ് നമ്മളിവിടെ വണ്ണപ്പുറം ഭാഗത്തേക്ക് വന്നത്. ഇപ്പോൾ റബ്ബർ ഉണ്ടെങ്കിലും ഇപ്പോൾ കുറച്ചിട്ട് കൂടുതലും അല്ലാത്ത മിക്സ്ഡ് വിളകളിലേക്ക് ഫോക്കസ് ചെയ്യാൻ രീതിയാണ്. എത്ര കാലമായി ഇവിടെ വന്നിട്ട്? ഇവിടെ വന്നിട്ട് ഏകദേശം ഒരു 10-14 വർഷത്തിന് മുകളിലായി ഇവിടെ വന്ന കാര്യങ്ങൾ. അപ്പം ഈ മിക്സ്ഡ് ഫാമിങ്ങിലാകുമ്പോഴത്തേക്ക് നമുക്ക് പർട്ടിക്കുലർ ഒരു വിളയിൽ എന്തെങ്കിലും വ്യത്യാസം ബാക്കിയുള്ളത് കൂടെ ഉള്ളത് കൊണ്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനുള്ള കുഴപ്പമുണ്ടാവില്ല. റബ്ബർ കൃഷിയുണ്ടോ ഇപ്പോഴും? ഇപ്പം ഇല്ല. റബ്ബർ ഇപ്പം റീപ്ലാന്റ് ചെയ്ത് അതിനകത്ത് മിക്സഡ് തെങ്ങ്, കൊക്കോ, റംബൂട്ടാൻ അങ്ങനെയുള്ള മിക്സഡായിട്ട് ചെയ്യാനുള്ള ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റംബൂട്ടാനൊക്കെ എത്ര വർഷമായിട്ട് കൃഷിയുണ്ട്? റംബൂട്ടാൻ ഇപ്പോൾ റീസെൻ്റ്ലി തുടങ്ങി ഒരു 3 വർഷം ആയിട്ട് വന്നിട്ടുള്ളൂ. അതിനെക്കുറിച്ച് പഠിച്ച് നമുക്ക് ഈ വിളകൾ മറ്റുള്ളവർ ചെയ്യുമ്പോൾ നമ്മുടെ നാടിന് അനുയോജ്യമാണെന്ന് നോക്കിയതിന് ശേഷം കണ്ടിന്യൂ ചെയ്ത് പോകാൻ രീതിയാണ്. ഇതിൻ്റെയൊക്കെ ഉൽപ്പാദനം തുടങ്ങിയിട്ടുണ്ടോ? റംബൂട്ടാൻ ആയി വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ വളപ്രയോഗം ചെയ്ത് കയറി വരുന്ന ഒരു ഇതിലേക്ക് ആയിട്ടുള്ളൂ. തെങ്ങ് കൃഷി എങ്ങനെയാണ്? എത്ര തെങ്ങുകളുണ്ട്? തെങ്ങുകൾ ഇപ്പം റീസെൻ്റ്ലി തൈ വെച്ചേക്കുന്ന ഒരു 45ഓളം തൈകളുണ്ട്. നമ്മുടെ തന്നെ അത്യുൽപാദന ശേഷിയുള്ള തെങ്ങിൻ്റെ തൈ കായപാകി തൈയായിട്ടാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാകുമ്പോഴത്തേക്കും നമുക്ക് ഈ പുറത്തുനിന്ന് മേടിക്കുമ്പോൾ എല്ലാം കറക്റ്റായിട്ടുള്ള ഒരു ക്വാളിറ്റി നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ തന്നെ തെങ്ങിനെയാകുമ്പോൾ നമുക്ക് വിശ്വസിച്ച് വെക്കുകയും ചെയ്യാം. അതാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുകൂടാതെ പച്ചക്കറി കൃഷി ഉണ്ട്? പച്ചക്കറി ചെയ്യുന്നുണ്ട്. വള്ളിപ്പയർ, പിന്നെ വഴുതന, ചില സമയത്ത് തക്കാളി. സീസണൽ ബേസ് ആണ് ഇതെല്ലാം. സീസണൽ പ്ലാന്റ് ആയതുകൊണ്ട് മഴയുടെ ഒരു ലഭ്യതയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് അത് ചെയ്യുന്നത്. കപ്പ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. അപ്പോൾ അതിൻ്റെ എത്ര സെന്റ് സ്ഥലത്താണ് ഈ പച്ചക്കറി കൃഷി ചെയ്യുന്നത്? നമുക്ക് ഏകദേശം ഒരു 50 സെന്റ് 60 സെന്റ് സ്ഥലത്താണ് പച്ചക്കറി കൃഷി ചെയ്യുന്നത്. കാരണം അതിൻ്റെ ഷെയ്ഡ് കാര്യങ്ങൾ അപ്പോൾ ചെയ്ത് കൊടുത്ത് ഇടയ്ക്ക് ഒരു കൃഷി ചെയ്തതിന് ശേഷം മണ്ണ് കളച്ച് മാറ്റി കുമ്മായൊക്കെ തൂക്കി അതിൻ്റെ പുളിപ്പംശം കാര്യങ്ങളെല്ലാം ഒന്ന് കയറി ചില സമയങ്ങളിൽ മണ്ണൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് അങ്ങനെയാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പച്ചക്കറി കൃഷി ലാഭകരമാണോ? പച്ചക്കറി കൃഷി ലാഭകരമാണ്. അതോടൊപ്പം തന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ജൈവികമായി പെസ്റ്റിസൈഡ് ഇല്ലാത്ത രീതിയിലുള്ള നല്ല നല്ല പച്ചക്കറികൾ ഉൽപ്പാദിച്ച് കഴിക്കാൻ സാധിക്കുന്നല്ലോ. അത് തന്നെ വലിയ കാര്യമാണ്. പച്ചക്കറിക്ക് ഇവിടെ വിപണിയുണ്ടോ? വിപണി ഉണ്ടെങ്കിൽ നമ്മൾ കണ്ടെത്തുകയെന്നുള്ളതാണ് മെയിനായിട്ട്. കാരണം വീടുകളിൽ തന്നെ കൊടുക്കാൻ സാധിക്കുവാണെങ്കിൽ നല്ലതാണ്. നമ്മളിങ്ങനെ ജൈവികമായി കൃഷി ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തുള്ള വീട്ടുകാരെ തന്നെ അന്വേഷിച്ച് കൊണ്ടുപോകാൻ പറയണം. അല്ലെങ്കിൽ സ്റ്റോക്ക് വരുമ്പോൾ പറഞ്ഞാൽ മതി, മേടിച്ചോളാം എന്നുള്ള രീതിയിലുള്ള. അല്ലെങ്കിൽ ഇപ്പോൾ കൂടുതലിപ്പം പച്ചക്കറികൾ പുറം ഭാഗങ്ങളിലാണ് ആൾക്കാർ വരുന്നത്. കാരണം ഒരു വാണിജ്യ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഒരു കടയിൽ പച്ചക്കറി കട വഴി വിറ്റ് വരുമ്പോൾ അവർക്ക് അവരുടെ ലാഭം വേണമല്ലോ. അപ്പോൾ നമുക്ക് അങ്ങനെ ചുരുങ്ങിയ അളവിൽ നമ്മൾ വീടുകളിൽ കൃഷി ചെയ്യുമ്പോൾ കൊടുക്കാൻ അങ്ങനെ നമുക്ക് മുതലായെന്ന് പറഞ്ഞാൽ നമുക്ക് സാധിക്കില്ല. അപ്പം വീട്ടുകാരെ തന്നെ എടുക്കാനുണ്ട് നല്ല വിലയ്ക്ക്. അപ്പോൾ അവരിലേക്ക് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യും. ഈ ചെറിയ പ്രായത്തിൽ ഈ കാർഷിക പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങി വരാനുള്ള ഒരു പ്രേരണ എന്താണ്? അത് ഉറപ്പായിട്ടും പേരൻസ് തന്നെയാണ്. അവരെ സപ്പോർട്ട്. നേരത്തെ കുഞ്ഞിലെ നമ്മൾ ഈ ഓരോ പരിപാടിക്ക് എന്താ പറയുക, നമുക്ക് സിനിമ കാണാൻ പോകണമെങ്കിലോ അങ്ങനെ എന്തെങ്കിലും എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഇന്ന സ്ഥലത്ത് ഇന്ന ഇത് കൂടണം, കൃഷിക്ക് ഇന്ന ഇതിൽ കൂടണം. അപ്പോൾ നോർമലി അങ്ങനെ ഒരു ടാസ്ക്കായിട്ട് നമ്മളുടെ കൂടെ അങ്ങനെ പറഞ്ഞ് ചെയ്യിപ്പിച്ചുകൊണ്ട് പിന്നീട് അതിലേക്ക് കൂടുതൽ താല്പര്യമായി. അപ്പോൾ എപ്പോഴും പേരൻസിന് തന്നെയാണ് അതിന് നന്ദി പറയാനുള്ളത്. ആ സമയത്ത് നമ്മൾ അവരെ കുറ്റപ്പെടുത്തിയെങ്കിലും പിന്നീട് അവരത് അങ്ങനെ പറഞ്ഞതുകൊണ്ട് നമുക്ക് ഒത്തിരി ഉപകാരമായി. പിന്നീട് ഇങ്ങനെയുള്ളവർക്ക് ഏത് സിറ്റുവേഷനിൽ നമുക്ക് ജീവിക്കാൻ പറ്റും, ജീവിത സാഹചര്യങ്ങളിൽ ഫേസ് ചെയ്യാനുള്ള ഒരു ഇതുണ്ടാവും. പിന്നെ ക്ഷമാശീലം വർദ്ധിക്കും.
കാരണം ഓരോ വിളകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പം അതിൻ്റെ ഒരു എന്താ പറയുക, ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലായിരിക്കില്ല വളർന്നു വരുന്നത്. പക്ഷേ ക്ഷമാശീലത്തോടു കൂടി അതിനെ അതിജീവിച്ച് കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിച്ച് എങ്ങനെ മാറ്റങ്ങൾ വരുത്താം, നമുക്ക് ജീവിതത്തിൻ്റെ ക്യാരക്ടറിനെ തന്നെ നല്ല രീതിയിൽ സ്വാധീനിക്കുന്ന ഒരു ഘടകമായി മാറും പിന്നീട്. ഇപ്പോൾ MBA ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ കൃഷി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, നമ്മൾ മനസ്സ് വെച്ചാൽ എന്തും സാധിക്കും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാരണം ഒരു സൈഡിൽ കൃഷിയോടെ പോകുമ്പോൾ മറ്റേ സൈഡിൽ ഇപ്പം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങൾ സോഷ്യൽ മീഡിയ വഴിയും പുതിയ നൂതന അഡ്വാൻസ്ഡ് ടെക്നോളജിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാം, പിന്നെ നമ്മളിപ്പോൾ MBA ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ തന്നെങ്കിലും അത് റിലേറ്റഡ് ആയ കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ ഒരു വിപണി കണ്ടെത്താനുള്ള രീതി, എങ്ങനെ നമുക്ക് ഇതിനെ കൂടുതലായിട്ട് ഡീറ്റെയിൽഡായിട്ട് ചെയ്യാം, അതൊക്കെ ഇതുമൂലമാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പഠനത്തോടൊപ്പം കൃഷിയും പഠനവും എല്ലാം കൂടെ ഹാൻഡ് ഇൻ ഹാൻഡ് ആയിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ വളരെ ഉപയോഗപ്രദമായിരിക്കുമെന്ന് കരുതുന്നു. ഇതുകൂടാതെ ഈ അരുമ മൃഗങ്ങൾ വളർത്തുന്നത് ലാഭകരമാണോ? അരുമ മൃഗങ്ങൾ വളർത്തുന്നത് ലാഭകരമാണ്. നമ്മൾ ഈ ആദ്യം ഇപ്പോൾ ഡോഗ്സിൻ്റെ കുറച്ചുണ്ട്, പിന്നെ പേർഷ്യൻ ക്യാറ്റ്, അലങ്കാര പ്രാവുകൾ, ഇതെല്ലാം ഉണ്ട്. അപ്പം ഈ അരുമ മൃഗങ്ങൾ വളർത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് നമ്മൾ ഈ ഡോഗ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ആക്ച്വലി നമ്മുടെ തോട്ടങ്ങൾ കൊണ്ട് ഗാർഡിങ് ആണ്. ഇപ്പോൾ ഈ കാട്ടുപന്നിയുടെ ശല്യം ലീഗലി നമുക്ക് ഇതിനൊന്നും പിടിക്കാനുള്ളതില്ല, നമുക്ക് ചേസ് ചെയ്യാനുള്ള ഒരു ഏതെങ്കിലും റൈറ്റ് എങ്കിലും ഉണ്ടാവുള്ളൂ. ഇത് വെച്ച് നമുക്ക് എപ്പോഴും ഒരു അലേർട്ട് കിട്ടുക എന്നുള്ള ഈ ഡോഗ്സിൽ നിന്നാണ്. പിന്നെ അത് തന്നെയല്ല, ഇവരൊരു ഗാർഡിങ് കൂടാതെ തന്നെ നമുക്ക് ഇതിൽ നിന്നും ബ്രീഡിങ് ചെയ്ത് നമുക്ക് വിൽക്കാനുള്ള ഇത് ആൾക്കാരിലേക്ക് എത്തിക്കാനും സാധിക്കുന്നുണ്ട്, കുട്ടികളെ അങ്ങനെ രീതിയിൽ. ക്ലിൻ്റൻ്റെ കെന്നലിലെ ഏതൊക്കെ ഇനം നായ്ക്കളാണുള്ളത്? ഇപ്പോൾ ചെയ്തു വരുന്നത് എൻ്റെ അടുത്ത് 3 ഇനമാണ് ഉള്ളത്. നമ്മൾ ഈ ബുള്ളിക്കുത്ത എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ ബ്രീഡ്, പിന്നെ ഒരു ജർമ്മൻ ഷെപ്പേർഡ്, പിന്നെ ഇന്ത്യൻ സ്പിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പൂച്ചപ്പട്ടികൾ എന്നൊക്കെ അറിയപ്പെടുന്നത്, അതാണ് ഇപ്പം ഡോഗ്സ് ഇനത്തിലുള്ളത്. അവർക്കാകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ അഗ്രഷൻ കുറഞ്ഞ്, അതായത് ഈ ബുള്ളിക്കുത്തന്ന് അനിമൽ അഗ്രഷൻ ഇച്ചിരി കൂടുതലാണ്. അപ്പം അവരുടെ ആ ഒരു കുരയുടെ ഒരു ഗംഭീര്യം കാര്യങ്ങളെല്ലാം മൃഗങ്ങൾ നമ്മുടെ കൃഷിത്തോടിൽ നിന്ന് മാറിപ്പോകാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാകുന്നുണ്ട്. അത് വളരെ ഫലപ്രദമായിട്ട് വരുന്നു. ഇപ്പോൾ പേരൻറ് സ്റ്റോക്ക് മാത്രമാണോ ഉള്ളത്, അതോ കുഞ്ഞുങ്ങൾ നിലവിലുണ്ടോ? ഇപ്പം പേരൻറ് സ്റ്റോക്കാണ് ഉള്ളത്. കാരണം നമുക്കിപ്പോൾ ഈ അതീവ ചൂട് കഴിഞ്ഞ് വരുന്നൊരു ക്ലൈമറ്റ് ആയതുകൊണ്ട് ഇപ്പോൾ അവർക്കൊന്ന് റിലാക്സേഷൻ കൊടുത്ത് ഒരു ഓണം കഴിയുന്ന ഒരു സമയമാകുമ്പോഴത്തേക്കും അടുത്ത സെക്ഷൻ ബ്രീഡ് ചെയ്യുക എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ്. ഓരോ ബ്രീഡിലും എത്ര നായ്ക്കളുണ്ട്? അത് കുട്ടികളുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്പെൻസ് ഓൺ ആണ് ആ ഒരു ക്ലൈമറ്റ്, പിന്നെ ബ്രീഡ് ചെയ്യുന്ന ഡോഗിൻ്റെ ക്വാളിറ്റി. ചിലപ്പം ഒരു 5 മുതൽ 12 വരെ കുട്ടികൾ വരെ ഉണ്ടായ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് കാര്യം. ഇപ്പോൾ ഈ വിദേശ നായ്ക്കളെ അപേക്ഷിച്ച് ഇപ്പോൾ ഇന്ത്യൻ ബ്രീഡുകൾക്കൊരു പ്രാധാന്യം കൂടുന്നൊരു സമയമാണെന്ന് തോന്നുന്നു. അത് മെയിനായിട്ട് ഇന്ത്യൻ ബ്രീഡുകൾക്ക് കൂടുതൽ പ്രതിരോധശേഷി കൂടുതലാണ്. പിന്നെ നമ്മൾ നാടിൻ്റെതായ തനത് ബ്രീഡായതുകൊണ്ട് ഓരോ ക്ലൈമറ്റ് ചേഞ്ചുകൾ വന്നു കഴിഞ്ഞാലും അതിനെ ഡിഫെൻഡ് ചെയ്യാനും അതിനോട് അനുകൂലമായി പോകാനും ഇന്ത്യൻ ബ്രീഡുകൾക്ക് സാധിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വിദേശ നായകളെ കൊണ്ടുവരുമ്പോൾ അവരും നല്ലതാണ്, ഗാർഡിങ്ങിലും എല്ലാത്തും നല്ലതാണ്. കൂടുതൽ ആൾക്കാർ കൊണ്ടുവരുന്ന ഷോ പർപ്പസിനാണ്. പക്ഷേ അവർക്കെന്ന് പറഞ്ഞാൽ ചെറിയ പെട്ടെന്നുള്ള ക്ലൈമറ്റ്, പിന്നെ അവരുടെ നാട്ടിലെ ആ ഒരു ക്ലൈമറ്റ് നമ്മളിവിടെ അത് രീതിയിലാക്കി കൊടുക്കേണ്ടിയിരിക്കുന്നു ഇവിടെയുള്ള ബ്രീഡുകൾക്ക്. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫിക്കൽറ്റി ഉണ്ട്. പിന്നെ ഓരോരുത്തരുടെ പാഷൻ അനുസരിച്ചാണ് ഇത് മുന്നോട്ട് പോകുന്നത്. ഈ ജർമ്മൻ ഷെപ്പേർഡിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ജർമ്മൻ ഷെപ്പേർഡ് നല്ലൊരു സ്നിഫിംഗ് ഡോഗാണ്. ജർമ്മൻ ഷെപ്പേർഡ് നമുക്ക് ഗാർഡിങ് പ്ലസ് പെറ്റ്, അതായത് അരുമയായിട്ട് വളർത്താനും പിന്നെ അതോടൊപ്പം തന്നെ അഗ്രഷൻ രീതിയിൽ വളർത്താനും നമുക്ക് ഏത് മോഡിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രീഡാണ് ജർമ്മൻ ഷെപ്പേർഡ്. പിന്നെ അതിൻ്റെതായ മെയിൻ്റെനൻസും കാര്യങ്ങളുണ്ട്. പിന്നെ അലേർട്ടും എല്ലാം കൂടി ഇച്ചിരി ബാക്കിയുള്ള ഡോഗ്സുകൾ വെച്ച് കമ്പാരിറ്റീവ്ലി ഇച്ചിരി കൂടുതലാണ് ജർമ്മൻ ഷെപ്പേർഡ്. പിന്നെ അതൊരു പോലീസിലേക്ക് അത്യാവശ്യം സ്നിഫിംഗ് പവർ, അതായത് സ്മെല്ല് ചെയ്തെടുക്കാനുള്ള ഒരു കഴിവ് കൂടുതലുള്ളതുകൊണ്ട് ദൂരെ നിന്ന് തന്നെ ഇങ്ങനെയുള്ള ബ്രീഡ് വേറെ മൃഗങ്ങളെയോ അങ്ങനെ വരുന്നതിനെ ജസ്റ്റ് സെൻസ് ചെയ്തെടുക്കാനുള്ള ഒരു ഇത് ജർമ്മൻ ഷെപ്പേർഡിന് ഇച്ചിരി കൂടുതലാണ്. പിന്നെ പൊതുവേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ബ്രീഡും കൂടിയാണ് ജർമ്മൻ ഷെപ്പേർഡ്. അതുപോലെ ഈ ഇന്ത്യൻ സ്പിറ്റ്സിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഇന്ത്യൻ സ്പിറ്റ്സ് വൈറ്റ് പല കളറുകളിലുണ്ട്. ഇന്ത്യൻ സ്പിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ജർമ്മൻ ഷെപ്പേർഡിൻ്റെ പോലെ അത്ര സൈസിലില്ലെങ്കിലും അവരൊരു വളരെ ക്യൂട്ടായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു ഡോഗ് വിഭാഗമാണ് ഇന്ത്യൻ സ്പിറ്റ്സ്. വീടിനകത്ത് വളർത്താവുന്ന കൂടുതലായിട്ട് ലേഡീസ് ചൂസ് ചെയ്യുന്ന ഒരു ബ്രീഡാണ് ഇന്ത്യൻ സ്പിറ്റ്സ്. പക്ഷേ അതിൻ്റെതായ മെയിൻ്റെനൻസും കാര്യങ്ങളുണ്ട്. അവർ ഇതുപോലെ തന്നെയാണ്, ശബ്ദത്തിലധികം ഗാംഭീര്യം അത് ഇതില്ലെങ്കിലും ഭയങ്കര അലേർട്ട്. കമ്പാരിറ്റീവ്ലി അതേ മറ്റ് നായകളെ വെച്ച് ഇന്ത്യൻ സ്പിറ്റ്സിന് ഇച്ചിരി കൂടുതലാണ്. കുരയ്ക്കാനും അത് അരുമയായിട്ട് നിൽക്കാനും എല്ലാത്തിനും സൂപ്പറാണ് ഇന്ത്യൻ സ്പിറ്റ്സ്. ഈ ഇന്ത്യൻ സ്പിറ്റ്സിൻ്റെ ഈ ഹെയർ ലെങ്ത് കൂടുതലായതുകൊണ്ട് ഈ പരിപാലനം ബുദ്ധിമുട്ടാണോ? പരിപാലനം ബുദ്ധിമുട്ടാണ് എന്ന് വേറെ ഒന്നും കൊണ്ടല്ല. ഇത് ഒന്നാമത് വൈറ്റ് കളറിലുള്ളതാണെങ്കിൽ മെയിൻറ്റെയിൻ ഇവരെപ്പോഴും ഹെയർ ക്വാളിറ്റി ആണ് ഇങ്ങനെയുള്ള ബ്രീഡുകൾക്ക് മെയിനായിട്ട് ഒരു അട്രാക്റ്റീവ്. വിലയും കൂടുതൽ, അല്ലാതെ ക്വാളിറ്റി വെക്കുമ്പോൾ ഹെയർ ആണ് നോക്കുന്നത്. പക്ഷെ ഇവരുടെ ഇത് കൂടുതലും മണ്ണിൽ അഴിച്ചു വിട്ട് മിക്സ് ചെയ്ത് കിടന്നു കഴിഞ്ഞാൽ കളർ പെട്ടെന്ന് മാറാനുള്ള ഇതുള്ളതുകൊണ്ട് അത് പിന്നെയും വൈറ്റ് ആക്കുന്നതിൽ ഇച്ചിരി പ്രശ്നമുണ്ട്. പക്ഷേ നമുക്ക് ആ എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ അത് ഭംഗിയിൽ നിൽക്കുന്നതുകൊണ്ട് കാണാൻ നല്ലൊരു, നമുക്കും തന്നെയാണെങ്കിലും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉള്ള ഒരു കാര്യമാണ്. ഈ നായ്ക്കൾക്ക് ഫുഡ് കൊടുക്കുന്നത് നമ്മൾ വാങ്ങുന്ന ഫുഡാണോ അതോ നമ്മൾ സ്വന്തമായിട്ട് പാകം ചെയ്ത അങ്ങനെയൊക്കെയാണ്? എന്തൊക്കെയാണ് കൊടുക്കുന്നത്? നമ്മൾ ചോറും പിന്നെ ബാക്കിയുള്ള മിക്സറാണ്. എന്തായാലും ഈ ഡോഗ്സിന് എന്തായാലും ഒരു മീറ്റ്, അതായത് ഇറച്ചി, മാംസമായ എന്തെങ്കിലും ഇതായിട്ടുള്ള എന്തെങ്കിലും കണ്ടന്റ് ഭക്ഷണത്തിൽ ഉണ്ടാവണം അവരുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി.
പച്ചക്കറിയും ദഹനത്തിൻ്റെ കാര്യത്തിനും അതിനകത്ത് ഡൈജഷൻ എല്ലാത്തിനും നമ്മൾ വേണ്ടി പച്ചക്കറി മിസ് ചെയ്യുന്നുണ്ട്. പച്ചക്കറി മത്തങ്ങ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ പറമ്പിൽ തന്നെ കൃഷി ചെയ്ത് നമ്മൾ ചെയ്യുന്നു. അല്ലാത്ത കാര്യങ്ങൾ ചിലപ്പോൾ പുറത്തുനിന്ന് മേടിക്കും. പിന്നെ ഡോഗ് ഫുഡ് അധികം യൂസ് ചെയ്യാറില്ല. നല്ലതാണ്, എന്നിരുന്നാലും മാക്സിമം എങ്ങനെയാണ് നമുക്ക് എക്സ്പെൻസ് കുറച്ച് വീട്ടിൽ ഇതായിട്ട് മിങ്കിൾ ചെയ്ത് പോകാന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വീട്ടിൽ ഭക്ഷണം കൊടുക്കുമ്പോൾ ഇതിൻ്റെ ക്വാളിറ്റിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടോ? വീട്ടിലെ ഭക്ഷണം കൊടുക്കുമ്പോൾ ക്വാളിറ്റിയിലല്ല, നമുക്ക് അസുഖങ്ങൾ കുറയുന്നത് ഇത് ചെയ്യാം. നമ്മൾ വിശ്വാസം പുറത്തുനിന്ന് മേടിക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ചില കേസുകളിൽ പറയുന്നുണ്ട് ചില ഫുഡുകളിൽ സ്റ്റെറോയിഡ് ഉണ്ടെന്നോ. കാരണം നമ്മൾ ഡോഗ് ഫുഡ് കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുന്ന ഡോഗുകൾ വെരി ബൾക്കി ആയിട്ട് വരുന്നുണ്ട്. പിന്നെ കുറച്ച് ഒരു ടൈം ഓഫ് പീരീഡ് നമ്മളത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആദ്യം ഉണ്ടായിരുന്ന ഷേപ്പിൽ നിന്ന് പിന്നെയും ചുങ്ങി വരുന്ന പോലെയായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ വീട്ടിലെ ഫുഡ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുവാണ്, എന്നിരുന്നാലും മാംസമായ കാര്യങ്ങൾ, അതായത് ഇറച്ചി അങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്തുനിന്ന് മേടിക്കാണ്ടിരിക്കും. പക്ഷെ അത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ആ ഒരു ജസ്റ്റ് ഒരു വേരിയേഷൻ വന്നു കഴിഞ്ഞാലും മറ്റേ ഫുഡ് പോലെ ഇതിനകത്ത് അത്രയും വ്യത്യാസം കാണുന്നില്ല. അതാണ് മനസ്സിലായിട്ടുള്ളത്. हर जोखिम से निकल कर फसल आए, सुरक्षित हो जाए, फसल बीमा से हर किसान अब आत्मनिर्भर हो जाए। संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है। अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं, अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं, क्योंकि हमने लिया है प्रधानमंत्री फसल बीमा। बुआई से फसल कटाई तक हर जोखिम का दावा, न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा। योजना से हर साल जुड़ रहे हैं 5 करोड़ से ज्यादा किसान। अब आपकी है बारी। नजदीकी कृषि कार्यालय, सहकारी समिति, बैंक शाखा, अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण। फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण। प्रधानमंत्री फसल बीमा योजना, आपकी फसलों का संपूर्ण सुरक्षा कवच। कृषि एवं किसान कल्याण मंत्रालय, भारत सरकार। ഈ അരിമ മൃഗങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഒരു മൃഗമാണ് ഈ പേർഷ്യൻ പൂച്ച. അതിൻ്റെ ഒരു ഫാമുണ്ട് അല്ലേ? ഇതുണ്ട്, നമ്മൾ പെറ്റ്സായിട്ട് ചെയ്യുന്നുണ്ട്. ആദ്യം വീട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ഡോഗ്സിന് പൂച്ചകളെല്ലാം പറയുമ്പോൾ ഇവർ ആദ്യം വീട്ടിലുണ്ടായിരുന്ന കൺസെപ്റ്റ് നാടൻ പൂച്ച എന്നുള്ള കൺസെപ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇത്ര ഹെയർ ബ്രീഡ് ആയിട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ഇതാണ്. പിന്നെ മറ്റുള്ള പൂച്ചകളെ പോലെ അത്ര ഇത് അവരെക്കാൾ ഇച്ചിരിയും കൂടെ ആൾക്കാരുമായിട്ട് ഇടപഴകാൻ എല്ലാത്തിനും ഇച്ചിരിയും കൂടെ നല്ലതാണ്. കാരണം എപ്പോഴും ഒരു ആൾ വേണം, കൂടെ വേണം എന്നുള്ള ഇതുള്ളതാണ് ഈ പേർഷ്യൻ ക്യാറ്റുകൾ. അവരിതുപോലെ ഹെയർ ബ്രീഡ് ആയതുകൊണ്ട് ഇച്ചിരി മെയിൻ്റെനൻസ് നമ്മൾ കറക്റ്റായിട്ട് ഡെയിലി ചീകി കൊടുത്ത് കോമ്പ് ചെയ്തും പിന്നെ അതിൻ്റെതായ ചില എന്താണ് പ്രോട്ടീൻ സപ്ലിമെൻസുകളെല്ലാം ഉണ്ട്. ചില സമയത്ത് നമ്മൾ നോക്കി അത് ക്ലിയർ ചെയ്യാം. പിന്നെ അതിൻ്റെതായ പൂച്ചകൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഡോഗ്സിനെ നമുക്ക് ഇനി നമ്മുടെ വീടുമായി റിലേറ്റഡ് എന്തെങ്കിലും ഫുഡുകൾ കൊടുക്കാം. പക്ഷേ പൂച്ചകൾക്ക് അത് പറ്റത്തില്ല. അതിൻ്റെതായ കറക്റ്റ് ഫീഡ് കൊടുത്താലാണ്, അല്ലെങ്കിൽ ഡൈജഷൻ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇതും ഒരു ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഇതാണ്. ഇപ്പോൾ എത്ര പേരൻറ് സ്റ്റോക്ക് ഉണ്ട് ഈ പേർഷ്യൻ ക്യാറ്റിൽ? ഇതിൽ നമുക്കുള്ളത് 2 മെയിലും 4 ഫീമെയിൽസും ആണുള്ളത്. അത് ഡോൾ ഫേസും സെമി പഞ്ച് എന്ന് പറഞ്ഞത് ഓരോ ഫേസിൻ്റെ ഇതനുസരിച്ചാണ് അതിൻ്റെ ഓരോ ക്വാളിറ്റിയും പിന്നെ അതിൻ്റെ ഒരു ഇനത്തിനെ നമ്മൾ വേർതിരിക്കുന്നത്. അപ്പോൾ 2 ടൈപ്പാണ് ഇപ്പോൾ വീട്ടിലുള്ളത്. ഈ പേരൻസ് രണ്ടും ഡോൾ ഫേസ് ആണെങ്കിൽ ഈ പഞ്ച് ഫേസും അങ്ങനെ ഇത് മാറി വരാറുണ്ടോ കുഞ്ഞുങ്ങൾ? ചില സമയങ്ങളിൽ മാറി വരാറുണ്ട്. കാരണം നമുക്കിപ്പോൾ പേരൻറ് സ്റ്റോക്കായിട്ട് നിർത്തുന്ന ആ ക്യാറ്റിൻ്റെ അവരുടെ ഫോർ ഫാദേഴ്സ് മുന്നുണ്ടായിരുന്ന തലമുറയിൽ ചിലപ്പോൾ മിക്സിംഗ് ഉണ്ടെങ്കിൽ അത് വരും തലമുറയിൽ ആ ഒരു ടെൻഡൻസി കാണിക്കാറുണ്ട്. റെഗുലറായിട്ടല്ല, എന്നാലും കൂടുതൽ ചിലപ്പോൾ 5 കുട്ടികളിൽ ചിലപ്പോൾ 2 പേര് അങ്ങനെ വേരിയേഷൻ വരാറുണ്ട്. ഏറ്റവും ഡിമാൻഡ് കൂടിയ ഫേസ് ഏതാണ്? അതിപ്പം സെമി പഞ്ച്, ഇത് എക്സ്ട്രീം പഞ്ച്, അതിന് മുകളിലേക്കുള്ളതുണ്ട്. ഞാൻ ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ട് അതിൽ അറിഞ്ഞുകൂടാ. കാരണം നമുക്കൊരു പാഷനായിട്ട് മൃഗങ്ങളെല്ലാം ഉണ്ടെങ്കിൽ തന്നെയും അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് വേർഷനിലേക്ക് അത് ഞാൻ എൻക്വയറി ചെയ്തിട്ടില്ല. പക്ഷെ എൻ്റെ ഒരു വിധത്തിൽ എക്സ്ട്രീം പഞ്ച് അതിന് മുകളിലുണ്ടെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എത്ര കാലമായിട്ട് ഈ പേർഷ്യൻ ക്യാറ്റിനെ വളർത്തുന്നുണ്ട്? പേർഷ്യൻ ക്യാറ്റിനെ വളർത്തി തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 2 വർഷത്തിൻ്റെ അടുത്തായിട്ടുള്ളൂ. മറ്റേ കൊറോണ കഴിഞ്ഞ് വന്ന സിറ്റുവേഷനിലാണ് കുറേ ആൾക്കാർ നല്ല നല്ല ബ്രീഡുകളിൽ പുറത്തേക്ക് പോകുന്ന ഭാഗമായിട്ട് വിറ്റൊഴിവാക്കുന്ന ഒരു രീതി. കാരണം ചിലവർക്ക് എല്ലാം ബിസിനസ് പരമായിട്ടാണ് ഇങ്ങനെ വളർത്തുന്നത്. നമുക്ക് താല്പര്യം ഉള്ളത് കൊണ്ട് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഒഴിവാക്കാറില്ല. നമ്മളത് മാക്സിമം അതിനെക്കുറിച്ച് പഠിക്കാനൊക്കെ ശ്രമിക്കും. അപ്പോൾ ഒരു 1.5 വർഷമായിട്ടാണ്. പിന്നെ ഈ ബാക്കിയുള്ള പ്രാവുകൾ അങ്ങനെയുള്ള കുഞ്ഞിലേ മുതലേ ഈ ക്രൈസ് ഉണ്ട്. അപ്പോൾ റീസെൻ്റ്ലി ഒരു 1.5 വർഷം 2 വർഷത്തോളം ആയോളൂ നമ്മൾ ഈ പൂച്ചകളുടെ ഇതിലേക്ക് വന്നിട്ട്. ഇങ്ങനൊരു പാഷൻ ഉള്ളതുകൊണ്ടാണ് അല്ലേ ഈ കാർഷിക രംഗത്ത് പിടിച്ചു നിൽക്കുന്നത്? ഉറപ്പായിട്ടും നമുക്കിത് കുഞ്ഞിലെ ഒരു താല്പര്യം പിള്ളേരിൽ കുട്ടികൾ വളർത്തിയെടുക്കാൻ പേരൻസ് ശ്രദ്ധിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അങ്ങനെ നമ്മൾ ആ ഒരു കൃഷിയോട് ഫുള്ളി കൃഷിയിലേക്ക് ഡെഡിക്കേറ്റ് ആയില്ലെങ്കിലും ഒരു ഹാഫ് ടൈമെങ്കിലും കൃഷിയിൽ നിന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഒരു എന്താ പറയുക ഒരു സന്തോഷവും പിന്നെ അതിലൂടെ പഠിക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ തന്നെ ഒരു ക്യാരക്ടറിനെ മോൾഡ് ചെയ്തെടുക്കുക എന്ന് തന്നെ ചില സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് കുഞ്ഞിലെ നമുക്കിത് പേരൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അവരെ ശത്രുവായിട്ടും ബുദ്ധിമുട്ടായിട്ടും നമുക്ക് തോന്നിയെങ്കിലും പിന്നീട് അവരന്ന് ചെയ്തുകൊണ്ടാണല്ലോ നമുക്കിത് ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരു സന്തോഷമൊക്കെ പിന്നീട് ഉണ്ടായതായിട്ട് എനിക്ക് അനുഭവത്തിലുള്ള കാര്യമാണ്.
പൂച്ചയും നായ്ക്കളും കൂടാതെ പ്രാവ് വളർത്തലും ഉണ്ട്. ഏതൊക്കെ ഇനം പ്രാവുകളാണ്? പ്രാവ് ഒരു കുറേ ഇനത്തിൽ ഫാൻസി ഐറ്റം മാത്രമേ ഉള്ളൂ. ഫാൻസി പ്രാവുകളാണ് മെയിനായിട്ട് ചെയ്യുന്നത്. നമ്മുടെ ഫാൻറ്റെയിൽ, പിന്നെ രാജസ്ഥാൻ ബൂട്ടി, പിന്നെ ഹോമർ, പിന്നെ പൗട്ടർ, പിന്നെ ജാക്കോബിൻ, അങ്ങനെ പല വേരിയേഷനിലുള്ള പ്രാവുകളുണ്ട്. അപ്പം എനിക്ക് താല്പര്യം തോന്നിയ ഐറ്റംസിൻ്റെ അടുത്താണ് കൂടുതലായിട്ടും വളർത്തുന്നത്. ഇതിനകത്ത് ഏറ്റവും ഡിമാൻഡ് കൂടുതലുള്ള ഇനം ഏതാണ്? അതങ്ങനെ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓരോന്നിൻ്റെ ക്വാളിറ്റി അനുസരിച്ചാണ്. ഇപ്പം ഇമ്പോർട്ടഡ് ആയിട്ടും കുറേ പ്രാവുകൾ വരുന്നുണ്ട്. ഇപ്പം ചിലവരിപ്പം ഓരോ സെക്ഷൻ, ചിലത് പറവ വളർത്തൽ അങ്ങനെയുണ്ട്, ചിലവർ റേസിംഗ് ഹോമേഴ്സ് ഉണ്ട്, പിന്നെ കുറച്ച് ഫാൻസി പീജൻസ് ഉണ്ട്. അത് ഡിപ്പെൻസ് ഓൺ ദ ഷോ ആണ്. ഇപ്പം പ്രാവുകളുടെ തന്നെ ഷോയ്ക്കും കാര്യങ്ങളും അങ്ങനെയായിട്ട് ഒരു വിഭാഗമുണ്ട്. പീജൻ ഷോ എന്ന് പറഞ്ഞ് ഓരോ ബേസ്ഡ് ഓൺ ഓരോ അസോസിയേഷൻ്റെ പേരിലോ അങ്ങനെ നടത്തി വരുന്നുണ്ട്. അപ്പോൾ ഒരു നാഷണൽ പീജൻസ് അസോസിയേഷനിൽ എനിക്കൊരു ഭാഗമാകാൻ കഴിഞ്ഞിരുന്നു. അതൊരു സംഘടനയുടെ ഒരു ഇതാണ്. അവർ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. പിന്നെ പ്രാവ് വളർത്തലിൻ്റെതായിട്ട് കുറേ നല്ല നല്ല സംഘടനകളുണ്ട്. ഓരോ ദുരിതാശ്വാസ സംഭവങ്ങൾ വരുമ്പോൾ ഹെൽപ്പ് ചെയ്യാനായിട്ട്. അപ്പം അവരിൽ നിന്ന് ഹെൽപ്പും കാര്യങ്ങളും രോഗപരിപാലന രീതികളും എല്ലാം നല്ല രീതിയിൽ അവർ പറഞ്ഞു തരുന്ന ഇതാണ്. ക്ലിൻ്റൻ്റെ അനുഭവത്തിൽ നമ്മുടെ ഈ അരുമ മൃഗങ്ങളും പക്ഷികളും ഒക്കെ വളർത്തുന്ന കർഷകർ വളരെ കുറവല്ലേ ഈ നാട്ടിൽ? വളരെ കുറവാണ്. അത് വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ആ ഒരു സപ്പോർട്ട്, അതാണ് ഏറ്റവും മെയിനായിട്ട്. നമ്മളിത് വളർത്തി വരുമ്പോഴത്തേക്കും ഇതിൽ സബ്സിഡികളോ കാര്യങ്ങളോ ഒന്നും അറിയാണ്ട് പോകുന്നു. പിന്നെ അത് കൂടുതലും കൂടുതലും ആൾക്കാർ അപ്ഡേറ്റഡ് അല്ല പുതിയതായിട്ടുള്ള കാര്യങ്ങളിലേക്ക്. അപ്പോൾ അവർ പഴയമയെ ആശ്രയിച്ച് നിൽക്കുമ്പോൾ ഇന്നത്തെ ആ ഒരു ജീവിത രീതിയിൽ അത് നഷ്ടമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ചേഞ്ചസ് വരുന്നില്ല. അപ്പം ഇത് പുതുതലമുറ ഈ പഴയ നഷ്ടം വന്ന കർഷകരെ കണ്ടാണ് പുതുതലമുറ ചിന്തിക്കുമ്പോൾ അത് കൃഷി ഒരു നഷ്ടമായിട്ടാണ്, ഇങ്ങനൊരു ഫീൽഡ് നഷ്ടമായിട്ടാണ് അവരുടെ മനസ്സിലേക്ക് കുഞ്ഞിലേ മുതൽ കടന്നു വരുള്ളൂ. അപ്പോൾ അവർ ആ ഒരു സിസ്റ്റം ഉപേക്ഷിച്ച് മറ്റു പല കാര്യങ്ങളിലേക്കും തിരിഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് പലയിടങ്ങളിലും കൃഷിക്കാരുടെ എണ്ണം കുറഞ്ഞു വരാൻ കാരണമാകുന്നു. ഇപ്പോൾ മറ്റു വളർത്തുമൃഗങ്ങൾ, ഉദാഹരണത്തിന് ആട്, പശു ഒക്കെ വളർത്തുമ്പോൾ നമുക്ക് ഇൻഷുർ ചെയ്ത് അതിൻ്റെ പരിരക്ഷ ഉറപ്പിക്കാൻ പറ്റും. പക്ഷേ എക്സോട്ടിക് ആനിമൽസിൻ്റെയോ അല്ലെങ്കിൽ ബേഡ്സിൻ്റെയോ കാര്യത്തിൽ നമുക്ക് ഇൻഷുറൻസ് ഇതുവരെ ആയിട്ടില്ല എന്ന് തോന്നുന്നു. അതൊരു പ്രശ്നമല്ലേ? ഇൻഷുറൻസ് ഉള്ള ഇത് ബേഡ്സുകളുണ്ട്. പക്ഷേ എന്നു പറഞ്ഞാൽ നമ്മൾ നോർമലി വളർത്തുന്ന പശു ആടുകളെക്കാളും വില കൂടിയ എക്സോട്ടിക് ബേഡ്സുകളുണ്ട്. അപ്പോൾ അത് ഏറ്റെടുത്ത് ഇൻഷുർ ചെയ്യാനോ അതിൻ്റെതായ പോളിസിയും കാര്യങ്ങൾക്ക് ഇപ്പോൾ ആൾക്കാർ മുന്നിട്ട് വരുന്നില്ല. അതുകൊണ്ടായിരിക്കും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം ബേഡ്സ് ഇപ്പം മക്കാവോ അങ്ങനെയുള്ള തത്തകളൊക്കെ ആണെങ്കിൽ സൈസിൽ ചെറുതാണ്, പക്ഷേ കോസ്റ്റിൽ വിലയിൽ വരുമ്പോൾ ചിലപ്പോൾ 2 ലക്ഷത്തിന് മുകളിൽ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രൈസിനോടത് ഇൻഷുറൻസ് റേറ്റ് കിട്ടണമെങ്കിൽ അത് സാങ്ഷനായി വരാൻ ഇച്ചിരി പാടാണെന്ന് തോന്നുന്നു. അതായിരിക്കും അതിൻ്റെ കാരണം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ പ്രാവിനെ കൂടാതെ മറ്റ് ഈ ഇനത്തിൽപ്പെട്ട മറ്റ് പക്ഷികൾ ഏതൊക്കെയാണുള്ളത്? അത് പറവേണ്ടിൽ നമ്മൾ ലവ് ബേഡ്സുകൾ ചെയ്യുന്നുണ്ട്, പിന്നെ ഫിഞ്ചസുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് ഒരു ഇതിൽ നമുക്ക് ഇത് ബൾക്കായിട്ട് വേറെ നാടുകളിൽ നിന്നും ഈ ആൾക്കാർ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നത്, അതായത് ബ്രീഡ് ചെയ്ത് വരുന്ന പക്ഷികൾ ഇല്ലാതായി മാറുന്നു. പിന്നെ ഇതിൻ്റെ തീറ്റ ചെലവ് ഭയങ്കരമാണ്. നോർമലി ഒരു തിനയൊക്കെ 1 കിലോ 40 രൂപ ഇരുന്നത് ചില സമയത്ത് ഒറ്റയടിക്കാണ് കയറി 90 വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ആൾക്കാർ അതൊക്കെ എണ്ണം കുറയ്ക്കുകയും കാലക്രമേണ അത് ഇല്ലാണ്ടാവുകയും വരുന്നൊരു സിറ്റുവേഷനുണ്ട്. അപ്പം വേറെയായിട്ട് ചെയ്തിരുന്നത് നമ്മൾ ലവ് ബേഡ്സ് അങ്ങനെയുള്ള ഫിഞ്ചസ് അങ്ങനെയാണ് ചെയ്തിരുന്നത്. പക്ഷേ ഈ ഫുഡ് നമ്മളതിന് കൊടുക്കുന്ന ആഹാരത്തിൻ്റെ ആ ഒരു ഇതും കിട്ടുന്ന ഒരു ബെനിഫിറ്റും തമ്മിലുള്ള, പിന്നെ നമുക്ക് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന പറഞ്ഞത് കുഞ്ഞിലേ മുതലൊരു പാഷൻ ആയതുകൊണ്ട് ബ്ലഡിൽ ഉള്ളത് കൊണ്ടാണ് ആ നഷ്ടം നോക്കാണ്ട് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ തിനയ്ക്കൊക്കെ ഇന്നലെ 65 രൂപയായിരുന്നു എന്ന് തോന്നുന്നു. അത് ഈ ഒരു വിലയ്ക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? കറക്റ്റായിട്ട് പറയുവാണെങ്കിൽ ഈ ഒരു വിലയ്ക്ക് മുന്നോട്ട് നഷ്ടമാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ 40 രൂപയ്ക്കാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പെയർ ഒരു ലവ് ബേഡ്സിനെ കൊടുക്കുന്നത് ചിലപ്പം 200 സംതിങ് അല്ലെങ്കിൽ 300 റേഞ്ചിലായിരിക്കും. അപ്പോൾ തിനക്ക് ഇങ്ങനെ ഓവറായിട്ട് വില കയറുമ്പോഴത്തേക്കും അതിലൊരു ക്ലാഷ് വരും. അങ്ങനെ ഒരു നഷ്ടമായിട്ട് ഓടി ഫുഡ്, അതായത് പശു വളർത്തലാണെങ്കിൽ തന്നെയും നമുക്കിതിൻ്റെ സബ്സിഡി ഉണ്ടെങ്കിലും ഈ തീറ്റ ചെലവ് ഭയങ്കരമാണ്. പിന്നെ കൂടുതലും ആൾക്കാർ ഇപ്പം കന്നാരപ്പോള അങ്ങനെയുള്ള സാധനങ്ങളെ ആശ്രയിക്കുന്നുണ്ടെങ്കിലും അത് പാലിലേക്ക് വരുമ്പോഴാണ് നമ്മൾ സൊസൈറ്റി കൊണ്ടേ കൊടുക്കുവാണെങ്കിൽ അവർ ഫാറ്റ് കണ്ടന്റ് എല്ലാം നോക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പം 60 രൂപ കിട്ടേണ്ട പാലിന് അന്നേരം കിട്ടുന്നത് 40 രൂപകളാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ കിട്ടുന്ന ഒരു ഔട്ട്കം കുറവായതുകൊണ്ട്, വിലയിൽ കുറവായതുകൊണ്ട് നഷ്ടത്തിലേക്കാണ് ചിലവ് വരുന്നത്. പക്ഷേ ചില കേസുകളിൽ ലാഭമായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ മിക്സ്ഡ് ഫാമിംഗ് തിരഞ്ഞെടുത്തത്. ഒരു പർട്ടിക്കുലർ ഒരു ഇതിനകത്ത് നഷ്ടം വന്നു കഴിഞ്ഞാൽ നമുക്ക് മറ്റേതിൽ അത് നേടിയെടുത്ത് ഒരു ഈക്വലായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഈ എക്സോട്ടിക് ആയിട്ടുള്ള അനിമൽസും ബേഡ്സും കൂടാതെ നമ്മുടെ മുൻപ് പരമ്പരാഗതമായി കർഷകർ കൊണ്ടുവരുന്ന പശു വളർത്തൽ, ആട് വളർത്തൽ, അങ്ങനെ എന്തെങ്കിലും കൃഷിയുണ്ടോ? ഉണ്ട്. പശുവുണ്ട്, ആടുണ്ട്. അത് കുഞ്ഞിലേ മുതലേ കൂടപ്പുറപ്പായിട്ട് കൂടെ ഉള്ളതാണ്. കാരണം പശു ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലെ പാലിൻ്റെ കാര്യങ്ങളും അത്യാവശ്യം കാര്യങ്ങൾ ഐറ്റംസുകളിൽ നടന്നു അതിനോട് നമുക്ക് വിൽക്കാൻ പറ്റും. പിന്നെ അതുകൊണ്ട് ചാണകത്തിൻ്റെ കാര്യം, പിന്നെ ബയോഗ്യാസിൻ്റെ ഇതെല്ലാം കൂടെ പാചക കാര്യങ്ങളെല്ലാം. അപ്പോൾ അങ്ങനെ നമുക്ക് മാക്സിമം ചിലവ് കുറയ്ക്കാനായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സഹായപ്രദമാകുന്നുണ്ട്. സാധാരണയായിട്ട് ഈ മക്കള് നായ്ക്കളെ അല്ലെങ്കിൽ പൂച്ചയോ അമിതമായിട്ട് സ്നേഹിക്കുമ്പോൾ പേരൻസ് അതിനെ എതിർക്കാറുണ്ട്. ഈ ക്ലിൻ്റൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ്? വീട്ടിൽ ഇത്രയും അനുവദിച്ചത് എങ്ങനെയാണ്?
അത് സ്റ്റാർട്ടിങ്ങിൽ പേരൻസിന് താല്പര്യം ഉള്ളതുകൊണ്ട് അവരുടെ മക്കളായതുകൊണ്ട് എന്തായാലും ഇതിലേക്ക് വരുമെന്ന് കൺഫേം ആയിട്ട് അറിയായിരുന്നു ബ്ലഡിലുള്ളത് കൊണ്ട്. പിന്നീട് പൂച്ചയൊക്കെ ആദ്യം ഭയങ്കര എതിർപ്പായിരുന്നു. കാരണം ഇവരുടെ മനസ്സിലുള്ള ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാടൻ പൂച്ച പെരക്കകത്ത് കയറുന്നു, രാത്രി പ്രശ്നം, എലീനെ പിടിക്കുന്നു, പല്ലീനെ പിടിക്കുന്നു, അവിടെ ഇവിടെ തട്ടിമറിച്ചിടുന്നു, ആ ഒരു കൺസെപ്റ്റാണ്. പക്ഷെ പേർഷ്യൻ ക്യാറ്റിനൊക്കെ വന്നപ്പോൾ അമ്മയാണ് ആദ്യം എതിർപ്പുണ്ടാക്കിയത്. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അമ്മയാണ് അതിന് ഏറ്റവും കൂടുതൽ ഫ്രണ്ട്ലി ആയിട്ട് എടുത്തുകൊണ്ട് കൊടുക്കുന്നത് കണ്ടത്. പിന്നെ ഡോഗ്സിനെ എന്ന് പറഞ്ഞാൽ പാരമ്പര്യമായിട്ട് അത് വീട്ടിലായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് വേണം. അപ്പോൾ ഇപ്പം വേണ്ട, ഇപ്പോൾ കൊണ്ടുവരണ്ടെന്ന് അവർ എതിർപ്പ് പ്രകടിപ്പിച്ചാലും കൊണ്ടുവരുമെന്ന് അറിയാവുന്നതുകൊണ്ട് അവർ മാക്സിമം സപ്പോർട്ട് ചെയ്തു. പിന്നീട് അതാണ് ഉണ്ടായത്. ഇതിനൊക്കെ സമയം എപ്പോഴാണ് കണ്ടെത്തുന്നത്? ഈ അരുമമൃഗങ്ങളുടെ പരിപാലനം ഏറെ സമയമെടുക്കുന്ന ഒരു പരിപാടിയാണല്ലോ. അതെ അതെ അതെ, സമയം നമ്മളെല്ലാത്തിനും ഒരു ടൈം ടേബിൾ വെച്ച ആ രീതിയിലാണ് ഫോളോ ചെയ്യുന്നത്. പിന്നീട് ഇത് നമ്മളിത് ആ ഒരു ടൈമിങ്ങിൽ വെച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതുകൊണ്ട് നമുക്കതൊരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറി. അപ്പോൾ ഓരോ ടൈമിങ്ങിലും ആദ്യമൊക്കെ ഒന്ന് നമ്മൾ ഏകീകരിച്ച് കറക്റ്റാക്കി വെക്കണമായിരുന്നു. പിന്നീട് ആ ഒരു ഇതിങ്ങനെ ഡെയിലി കുറേ നാളായിട്ട് തുടർന്നതുകൊണ്ട് സമയം കണ്ടെത്തി ഇപ്പം എന്തെങ്കിലും ടാസ്ക് നമുക്ക് എക്സ്ട്രാ ആയിട്ട് ചെയ്യാനുണ്ടെങ്കിൽ മറ്റേ ഇതിനൊരു സ്പീഡിൽ നമ്മൾ ക്ലിയർ ചെയ്യും, അല്ലെങ്കിൽ എക്സ്ട്രാ വെട്ടി വയ്ക്കും. ഇപ്പം ഞായറാഴ്ച ദിവസങ്ങളിൽ പള്ളി പോകാനുണ്ടെങ്കിൽ ശനിയാഴ്ച കൂടുതൽ പുല്ല് കാര്യങ്ങൾ വെട്ടി ഞായറാഴ്ച ഇച്ചിരി ഫ്രീ ടൈം കണ്ടെത്താൻ രീതിയിലേക്ക് സ്വിച്ച് ചെയ്ത് വയ്ക്കും. അങ്ങനെ രാവിലെ എത്ര മണിക്ക് കാർഷിക പ്രവർത്തനങ്ങൾ തുടങ്ങും? നോർമലി 5:45 എഴുന്നേക്കുന്നത്. വീട്ടിലൊക്കെ ആണെങ്കിൽ 4 മണിക്കൊക്കെ എണീറ്റിരുന്നു. ഇപ്പം ഒരു 5:45 ടൈമിലാകുമ്പോൾ എണീക്കും. അത് കഴിഞ്ഞൊരു 6 മണി 6:15 പശുവിനെ കറന്ന് 6:45 സൊസൈറ്റിയിൽ 7 മണിയൊക്കെ ആ ടൈമിൽ സൊസൈറ്റിയിൽ നമ്മൾ പാൽ കൊണ്ട് കൊടുക്കും. പിന്നീട് അതുങ്ങൾക്കുള്ള ഫീഡ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യും. അപ്പോഴത്തേക്കും ഹാൻഡ് ഇൻ ഹാൻഡാണ്. പിന്നെ വീട്ടുകാരുടെ സപ്പോർട്ട് ഭയങ്കരമായതുകൊണ്ട് നമ്മളൊരു സൈഡിൽ തുടങ്ങിയാലും അപ്പുറ സൈഡിൽ അവരും നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് ഓവർലോഡായിട്ട് തോന്നാറില്ല. വീട്ടിൽ ആരൊക്കെയുണ്ട്? എല്ലാവരും കാർഷിക പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നവരാണോ? ഞാൻ, അച്ഛനും അമ്മ, എനിക്കൊരു സിസ്റ്ററുണ്ട്. സിസ്റ്റർ മാരേജ് കഴിഞ്ഞ് പുറത്താണ് സൈഡ്. പിന്നെ ഞാനാണുള്ളത്. അപ്പോൾ ഞങ്ങൾ 3 പേരുമാണ് ഞങ്ങളുടെ ജെറുസലേമായ കുടുംബത്തിൽ ഓരോ കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. ഈ പുറത്തുനിന്ന് തൊഴിലാളികൾ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വിളിക്കാറൊക്കെ ഉണ്ടോ? ഇപ്പം ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല. പക്ഷെ പിന്നീട് നമുക്കിപ്പം ഒരു ടൈം പീരീഡിനുള്ളിൽ എല്ലാം തീർക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ അതാണ് പറ്റത്തുള്ളൂ. പക്ഷെ ഇപ്പം അങ്ങനെ ആവശ്യം വന്നില്ല. ഇപ്പം സ്ഥലം എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് ഒന്ന് ലെവലാക്കി കാര്യങ്ങളൊക്കെ എല്ലാ കൃഷിയാണെങ്കിലും അതിൻ്റെ ഒരു ചിട്ടയോടെ ക്ലിയർ ആക്കിയില്ലെങ്കിൽ നമുക്ക് പിന്നീടാണെങ്കിലും ഇറിഗേഷൻ ആണെങ്കിലും വളപ്രയോഗമാണെങ്കിലും എന്തെങ്കിലും പ്രാട് വരുന്നതുകൊണ്ട് അപ്പോൾ അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള രീതിയിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം. ഏറെ മനോഹരമായിരുന്നു ക്ലിൻ്റനുമായിട്ടുള്ള ഈ സംവാദം. ക്ലിൻ്റൺ തൻ്റെ കാർഷിക അനുഭവങ്ങൾ കിസാൻ വാണി ശ്രോതാക്കളുമായി പങ്കുവച്ചതിന് നന്ദി. ഇതൊരു ചാൻസ് തന്നതിന് വളരെ നന്ദി. വണ്ണപ്പുറം മുള്ളരിങ്ങാട്ടെ യുവ കർഷകനായ ശ്രീ ക്ലിൻ്റൺ ഫ്രാൻസിസ് ചിറ്റലപ്പള്ളിലുമായി ഇതുവരെ സംസാരിച്ചത് അനുരാജ്. പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ 2 ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് 6000 രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും. അർഹരായ കർഷകർക്ക് 2000 രൂപ വീതം 3 തവണകളായി നേരിട്ട് അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും. ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം. കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. കിസാൻ വാണിയിൽ ഇനി കാർഷിക അറിവുകൾ കേൾക്കാം. രോഗവിമുക്തിക്ക് ജീരകം. അംബ്ലിഫെറ എന്ന സസ്യകുലത്തിൽപ്പെടുന്ന വാർഷിക സസ്യമായ ജീരകം ആംഗലേയ ഭാഷയിൽ കുമിൻ എന്നും ദേവഭാഷയായ സംസ്കൃതത്തിൽ അങ്കാംഗി എന്നും അറിയപ്പെടുന്നു. ജീരകം എന്ന പദത്തിന്റെ അർത്ഥം തന്നെ സ്വന്തം ഗുണങ്ങളെ കൊണ്ട് രോഗമുക്തിക്ക് വഴിയൊരുക്കുന്നു എന്നാണ്. ജീരകവും അല്പം ശർക്കരയും കൂടി ചവച്ചു തിന്നുന്നത്, അതല്ലെങ്കിൽ ചിറ്റമൃതിന്റെ നീരിൽ ജീരകം പൊടിച്ചു ചേർത്ത് കഴിക്കുന്നത് പനിയെ മാറ്റുമെന്ന് അഷ്ടാംഗ ഹൃദയത്തിൽ വാഗ്ഭടൻ പ്രതിപാദിക്കുന്നുണ്ട്. ഉറക്കക്കുറവ് മൂലം കഷ്ടപ്പെടുന്നവർ ജീരകം, ഇരട്ടിമധുരം എന്നിവ സമ അളവിൽ ചേർത്ത് പൊടിച്ചു കഴിക്കുന്നത് ഫലവത്താണെന്ന് ആയുർവേദം സാക്ഷ്യപ്പെടുത്തുന്നു. ജീരകചൂർണം പഞ്ചസാര ചേർത്ത് സേവിക്കുന്നത് മൂത്രജന്യ രോഗങ്ങൾ ശമിപ്പിക്കും. അതുപോലെ ജീരകം അരച്ച് തേൻ ചേർത്ത് കഴിച്ചാൽ അരുചി, ഛർദി, വയറുവീക്കം, കൃമി എന്നിവ അകറ്റും. തുളസിയില ഇടിച്ച് പിഴിഞ്ഞ നീരിൽ ജീരകം അരച്ച് കലക്കി എണ്ണ കാച്ചി തേച്ചാൽ തുമ്മലിന്റെ കാഠിന്യം കുറഞ്ഞു കിട്ടും. ചുമശല്യത്തിന് അറുതി വരുത്താൻ ജീരകവും ചുക്കും പൊടിച്ച് തേൻ ചേർത്ത് കഴിച്ചാൽ മതി. വയറ്റിൽ വേദന, വായുക്ഷോഭം എന്നീ അസുഖങ്ങൾക്ക് ജീരകം കഷായം വെച്ച് കഴിക്കുന്നത് ഗുണകരമാണ്. നിത്യവും ജീരകമിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് ദഹനശക്തിക്കും ശരീരരക്ഷയ്ക്കും വളരെയധികം പ്രയോജനം ചെയ്യും. പ്രസവിച്ച സ്ത്രീകൾ നെയ്യും ജീരകവും ചേർത്ത് ദിവസവും കഴിച്ചാൽ മുലപ്പാൽ വർധന ഉണ്ടാകുന്നതാണ്. തേൾവിഷം ശമിപ്പിക്കാൻ ജീരകം പൊടിച്ച് തേനും ഉപ്പും വെണ്ണയും ചേർത്ത് യോജിപ്പിച്ച് ലേപനം ചെയ്യുന്നത് വിഷശമനത്തിന് ഫലവത്താണ്. ജീരകം ചെറുനാരങ്ങാനീര് ചേർത്ത് കഴിച്ചാൽ ഗർഭിണികൾക്കുണ്ടാകുന്ന ഛർദിക്ക് ആശ്വാസം ലഭിക്കും. ജീരകം പശുവിൻ നെയ്യിൽ വറുത്തരച്ച് പുരട്ടിയാൽ
കുരു പഴുത്തുപൊട്ടും. ജീരകം, കൊത്തമല്ലി സമം എടുത്ത് അരച്ച് കൽക്കമാക്കി കഴിച്ചാൽ കഫം, പിത്തം, ഛർദി, അരുചി എന്നിവ ശമിക്കും. സ്ത്രീകളുടെ സൗന്ദര്യ സംരക്ഷണത്തിന് ജീരകത്തിന്റെ സേവനം മഹത്താണെന്ന് നമ്മിൽ എത്ര പേർക്കറിയാം? മുടി സമൃദ്ധമായി വളരുവാനും തലമുടിയുടെ ശരിയായ ആരോഗ്യത്തിനും ജീരകം ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഹെർബൽ ഓയിൽ ഉപയോഗിക്കാം. ജീരകം, കുരുമുളക് എന്നിവയാണ് ഇതിലെ പ്രധാന ചേരുവകൾ. തലയോട്ടിയിൽ നന്നായി തേച്ചു പിടിപ്പിച്ച് 10 മിനിറ്റിന് ശേഷം കഴുകി കളയുക. ഇത് ഇടയ്ക്കിടെ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ തലമുടിക്ക് അഴകും ആരോഗ്യവും നൽകും. കാർഷിക അറിവുകൾ, ക്ലിന്റൺ ഫ്രാൻസിസുമായുള്ള അഭിമുഖം എന്നിവയാണ് കിസാൻ വാണിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. सूखा हो या बेमौसम की बरखा हो, कीड़ा लगे खेत में या दुविधा हो, बहुत ही कम प्रीमियम पे पूरी हो भरपाई, फसल बीमित रहे कटाई के बाद भी भाई। हाँ, ऋणी या अऋणी अब हर किसान लाभ उठाए, एक मौसम एक दर है, सब किसान बीमा कराए, प्रधानमंत्री फसल बीमा योजना से हर किसान मुस्काए। कृषि और किसान कल्याण मंत्रालय द्वारा किसान हित में जारी. സഹകരണത്തിൻ ബലത്തിൽ വികാസത്തിനു ചുവട് വയ്ക്കാം. ജനപങ്കാളിത്തകരുത്തുമായി മുന്നോട്ടെന്നും നീങ്ങുക നാം. ജനകോടിയിൽ ഈ വിപ്ലവം ഉണർത്തിയല്ലോ വിശ്വാസം. നാം ഒത്തുചേർന്ന വികാസത്തിനെ പതാക പറത്തിടാം. സഹകരണം നമ്മുടെ വികാസത്തിൻ പ്രതീകം. പുതുയുഗത്തിൽ സഹകരണം കാണിന്റെ പ്രധാനം. കൃഷി മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ. കിസാൻ വാണി സമാപിക്കുന്നു.